على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകളും മുഴുവൻ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കുറവുകൾ അല്ലാഹു തആല പുറത്തുമാപ്പാക്കി പരിശുദ്ധമായ വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നോമ്പിന്റെ കഫാറത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഭാര്യഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അങ്ങനെ റമദാനിന്റെ പകലിൽ ഒരാൾ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് 3-4 രീതിയാണ് കഫാറത്തായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി. ഒന്നാമത്തെ രീതി കഫാറത്തിന്റെ ഒന്നാമത്തെ രീതി അടിമയായ ഒരു മനുഷ്യനെ മോചിപ്പിക്കുക. അതിന് സാധ്യമാകാത്ത രീതി രണ്ടാമത്തെ രീതി 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക. മൂന്നാമത്തെ അതൊന്നും സാധ്യമാകാത്ത രോഗം കൊണ്ടോ മറ്റോ പ്രയാസം ആരോഗ്യശേഷി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ 60 മിസ്കീൻ മാർക്കുള്ള ഭക്ഷ്യദാനം കൊടുക്കുക. ഒരു മുത്ത് എന്ന തരത്തിലാണ് അത്. ആ മുത്ത് കൊടുക്കേണ്ട രീതി അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് 60 സാധുക്കൾക്ക് തന്നെയാണ്, 60 പേർക്ക് തന്നെ കൊടുക്കണം. ഒരാൾക്ക് കൊടുക്കണം. എന്റെ കുടുംബത്തിലെ കൊച്ചാപ്പ സാത്വമാണ്, അയാൾക്ക് എന്തായാലും ഞാൻ കൊടുക്കുകയല്ലേ, അയാൾക്ക് കൊടുക്കാമെന്ന രീതി ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് 60 സാധുക്കൾക്ക് തന്നെ എന്ത് ചെയ്യാം, കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ അത് ഒരു ദിവസം കൊണ്ട് 60 പേർക്ക് കൊടുക്കാം. ഒരു ദിവസം കൊണ്ട് തന്നെ 60 പേർക്ക് കൊടുക്കാം. പക്ഷെ ഒരു വ്യക്തിക്ക് തന്നെ 60 ധാന്യം 60 മുത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ നിയമം. അതുപോലെ മുസ്ലിമീങ്ങൾക്കും കൊടുക്കാൻ പാടില്ല. സക്കാത്തിന്റെ അവകാശങ്ങളിൽ പെട്ട 8 കൂട്ടരിൽപ്പെട്ട ഉള്ള കൂട്ടർക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഈ കഫാറത്ത് കൊടുക്കുന്ന വ്യക്തി അയാളുടെ ചെലവിൽ കഴിയുന്ന അയാളുടെ ഭാര്യ, ഒന്നുകിൽ ഉമ്മ, പാപ്പ, അല്ലെങ്കിൽ അയാളുടെ മക്കൾ, ഇങ്ങനെയുള്ള ആൾക്കാർക്കും കൊടുക്കാൻ പാടില്ല. ചിലർ വിചാരിക്കും എന്തായാലും ഞാൻ നമ്മൾ കൊടുക്കുമ്പോൾ അത് വെളിയിൽ പോകണ്ടല്ലോ, എന്തായാലും ലാഭം ഇരിക്കട്ടെ, എന്റെ കുടുംബത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്റെ ഭാര്യക്കോ എന്റെ മക്കൾക്കോ ചെയ്യാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല. അത് സ്ഥിര സക്കാത്തിന്റെ അവകാശങ്ങളിൽ പെട്ട 8 കൂട്ടരിൽപ്പെട്ട ആൾ തന്നെയായിരിക്കണം. അയാളുടെ ചെലവിൽ കഴിയുന്ന ആളും ആകാൻ പാടില്ല. അതുപോലെ കഫാറത്ത് നിർബന്ധമാകുന്നത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. അപ്പൊ ഈ പണി കാണിച്ച ആള് എന്ത് ചെയ്യണം, അതിനെ പുരുഷനാണ് ചെയ്യേണ്ടത്. ഈ കഫാറത്ത് പുരുഷന് മാത്രമേ നിർബന്ധമാവുള്ളൂ, സ്ത്രീകൾക്ക് കഥ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഹറാമിന്റെ, ഇനി ഭാര്യ എന്ന് മാത്രമല്ല, ഒരാൾ ഹറാമിന്റെ പണിക്ക് പോയി, റമദാന്റെ പകലാകട്ടെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു, അങ്ങനെ പല രീതിയിലുണ്ട്. ഹറാമിന്റെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചാണ് റമദാന്റെ ഈ നോമ്പ് നഷ്ടപ്പെടുത്തിയാലും അയാൾ എന്ത് ചെയ്യണം, ആ പുരുഷൻ കഫാറത്തും കൊടുത്തേ മതിയാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് കഫാറത്തുമായി ബന്ധപ്പെട്ട അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ വിശദീകരണം. ഇന്ന് നമുക്ക് പരിശുദ്ധമായ റമദാനിലെ 7ാമത്തെ തറാവീഹാണ്. അല്ലാഹു തആല നമ്മുടെ തറാവീഹുകളൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. 7ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രതിഫലം ഫകഅന്നമാ അദ്റക മൂസ അലൈഹിസ്സലാം വനസറഹു അലാ ഫിർഔന വഹാമാന. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരാൾ കണ്ടുമുട്ടുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹാറൂനെതിരെയും ഫിർഔനെതിരെയും, കാരണം മൂസാ നബിയുടെ ശത്രുക്കളായിരുന്നു ഇത്, അപ്പോ ഫിർഔനെതിരെയും അതുപോലെ തന്നെ ഹാമാനെതിരെയും പോരാടിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിച്ചതിന്റെ പ്രതിഫലമാണ് റമദാൻ മാസത്തിലെ 7ാമത്തെ തറാവീഹ് നമസ്കരിച്ച ഒരാൾക്ക് ലഭിക്കുന്നത് എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. അത്തരത്തിൽ ഓരോ തറാവീഹുകളും അതിന്റെ പുണ്യങ്ങളും നേടുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകൾ മുത്തഖീങ്ങളുടെ നോമ്പുകളോടൊപ്പം നമ്മുടെ നോമ്പിനെയും അല്ലാഹു തആല ചേർക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലൈഹി വസല്ലം.